എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു കൊറിയറാണ് നോക്കാൻ പോകുന്നത്. ഈ കൊറിയർ നമുക്ക് പാലക്കാട് ജില്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചിരിക്കുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ എറർ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും ഈ സുഹൃത്തിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എററായിട്ടാണ് നമുക്ക് ഈ ഒരു ബോർഡ് അദ്ദേഹം നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ആദ്യം ഒന്ന് പൊട്ടിക്കുക. ഇത് എവിടെയാണ്? ഈ സൈഡിലാണ് പൊട്ടിക്കേണ്ടത്. ഇൻഡോർ PCB ഉണ്ട്, ഔട്ട്ഡോർ PCB ഉണ്ട്. നമുക്ക് ഈ ഒരു കാർട്ടൂൺ ബോക്സ് അങ്ങ് മാറ്റാം. ഓക്കെ, ഇതാണ് നമ്മുടെ PCB എന്ന് പറയുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്ന PCB. ഒട്ടും വയറിങ്ങും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സെൻസറുണ്ട്, ഇൻഡോറിൻ്റെ സെൻസറും ഔട്ട്ഡോറിൻ്റെ സെൻസറും ഉണ്ട്. PCB ഡിസ്പ്ലേ. ഓക്കെ, അപ്പോൾ ഈ ബോർഡിൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻറ്റുമായിട്ടാണ് നമുക്കിത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രശ്നവും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ. ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ആദ്യം തന്നെ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് 2 ബോർഡ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വയറിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്കിത് ഫുള്ളൊന്ന് വയറിങ് ചെയ്തിട്ട് വരാം. ഇതിൻ്റെ ഇൻഡോർ ഔട്ട്ഡോർ കമ്മ്യൂണിക്കേഷൻ സപ്ലൈ ലൈന് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോർഡിന് ആവശ്യമായിട്ടുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ഇൻഡോർ ബോർഡിനകത്ത് ഞാനൊരു PG മോട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഔട്ട്ഡോറുമായിട്ട് സപ്ലൈയും കമ്മ്യൂണിക്കേഷനും വേണ്ടിയിട്ട് വയർ കൊടുത്തിട്ടുണ്ട്, സപ്ലൈ വയർ കൊടുത്തിട്ടുണ്ട്. റിയാക്ടർ കോയിൽ നമുക്കിത് ഓൺ ചെയ്ത് കംപ്രസർ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡിനെ സംബന്ധിച്ച് നമുക്ക് ഒരു എറർ വരികയാണെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ എറർ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഡിസ്പ്ലേയിൽ E6 എന്നുള്ള ആ ഒരു എറർ വരും. പിന്നെ ഈ ബോർഡിനെ സംബന്ധിച്ച് വേറൊരു കാര്യം കൂടെ, ഈ ബോർഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണെന്നുള്ളത്. അപ്പോൾ ഈ ബോർഡ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റാണ് ആദ്യം കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇൻഡോറിൽ വരും. ഇൻഡോറിൽ കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇത് ഔട്ട്ഡോറിലോട്ട് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാത്ത്, എങ്ങനെയാണ് പോവുകയും വരികയും ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിത് പവർ പ്ലഗ് ചെയ്ത് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് പവർ ഓണായി കിടക്കുകയാണ്. ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷൻ എറർ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ശേഷം നമുക്ക് ബോർഡ് ടെസ്റ്റിങ്ങിലോട്ടോ മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ പോകാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ E6 എന്നുള്ള ആ ഒരു എറർ വന്നിട്ടുണ്ട്, അതായത് കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ. ഇൻഡോറിൻ്റെ ഫാൻ മോട്ടർ എടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ. ഇനി നമ്മൾ മൾട്ടിമീറ്ററിൽ വോൾട്ടേജ് മോഡിലിടുക, മൾട്ടിമീറ്റർ. അതിനുശേഷം നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ചെക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാണ്. അതായത് നമ്മുടെ ഇൻഡോർ ബോർഡ് ഔട്ട്ഡോറിലോട്ട് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു വോൾട്ടേജ് നമുക്കിവിടെ കറക്റ്റായിട്ട് 0 to 1 1.1 വരുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള ഒരു വേവ് ഫോം ആണെന്ന് എനിക്ക് തോന്നുന്നത്. കറക്റ്റായിട്ട് അത് ഫ്ലക്റ്റുവേറ്റ് ആവുന്നുണ്ട്. അത് കണക്ക് നമുക്ക് റിസീവിങ് മോഡിൽ ഈ ഒരു ഔട്ട്ഡോർ ബോർഡിൻ്റെ റിസീവിങ് മോഡ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഇവിടെ കണ്ടോ 0.889 എന്നുള്ള ഒരു വോൾട്ടേജിൽ നിൽക്കുകയാണ്. അതായത് ഇവിടെ റിസീവിങ് നടക്കുന്നില്ല. ഈ ഒരു ബോർഡ് ഇൻഡോർ എന്നുള്ള സിഗ്നൽ റിസീവിങ് നടക്കുന്നില്ല. അതിനർത്ഥം ഇൻഡോർ ബോർഡ് കറക്റ്റായിട്ട് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടോ, അവിടെ റിസീവിങ് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇൻഡോർ ബോർഡിൻ്റെ റിസീവിങ് മോഡ് ചെക്ക് ചെയ്യണം. ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 1.1 വോൾട്ടിൽ അവിടെ നിൽക്കുകയാണ്. ഈ ഒരു വോൾട്ടേജ് തെറ്റാണ്. ഈ റിസീവിങ് മോഡ് എന്ന് പറയുന്നത്, ട്രാൻസ്മിഷൻ മോഡിലെന്ന് പറയുന്നത് അവിടെ 1.1 വോൾട്ട്. അതായത് ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഔട്ട്ഡോർ എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻഡോർ കറക്റ്റായിട്ട് റിസീവ് ആകുന്നില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ലൈനിലോട്ട് അതിൻ്റെ സർക്യൂട്ടിൽ എന്തോ പ്രോബ്ലം ഉണ്ടോ. അപ്പോൾ അതാദ്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിലാണ് ചെക്ക് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ ലൈനാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് പ്രോബ് നമ്മൾ ന്യൂട്രൽ, മെയിൻ സപ്ലൈയുടെ ന്യൂട്രലിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പോസിറ്റീവ് സപ്ലൈ, നമ്മുടെ പോസിറ്റീവ് പ്രോബ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലൈനിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ആ ഒരു ചെറിയ വേരിയേഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്മിഷൻ്റെ ചെറിയൊരു വേരിയേഷൻ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. 739 എന്നും പറഞ്ഞുകൊണ്ട് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇൻഡോർ ബോർഡിനകത്തുള്ള ഈ ഒരു റിസീവിങ് ഒപ്റ്റോ കപ്ലറിൻ്റെ LED സൈഡ്, അവിടെ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്, അവിടെ സ്വിച്ചിങ് നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ആ ഒപ്റ്റോ കപ്ലർ വർക്ക് ചെയ്യാനുള്ള ഒരു വോൾട്ടേജ് അവിടെ കാണിക്കുന്നുണ്ട്. അവിടെ 1.1 ആണ്. പക്ഷേ ഈ ഒരു സൈഡിൽ നമുക്ക് 1.1 വരത്തില്ല. മാക്സിമം 900 മില്ലി വോൾട്ട് വരെ ഇവിടെ വരത്തുള്ളൂ. ഓക്കെ, ഈ ഒരു ഒപ്റ്റോ കപ്ലറിൻ്റെ LED സൈഡ്, റിസീവിങ് ഒപ്റ്റോ കപ്ലറിൻ്റെ LED സൈഡ് ഫ്ലക്ച്വേഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ ഇതിൻ്റെ മറ സൈഡ്, അതായത് ഇതിൻ്റെ ട്രാൻസിസ്റ്റർ വരുന്ന സൈഡിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വോൾട്ടേജാണ് നിൽക്കുന്നത്. അതായത് ഇതിൻ്റെ മറ സൈഡ് ആ ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേറ്റഡ് ആകുന്നില്ല. അപ്പോൾ ഇതൊരു പ്രോബ്ലമാണ്. എന്തുകൊണ്ട് അവിടെ ഫ്ലക്ച്വേഷൻ വരുന്നില്ല? ആ വോൾട്ടേജ് LED സൈഡിൽ ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസിസ്റ്റർ സൈഡും ഫ്ലക്ച്വേഷൻ വരണം. പക്ഷേ അവിടെ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ യൂണിറ്റ് ബോർഡാണ് കൂടുതലായിട്ടൊന്ന് നോക്കാനുള്ളത്. അല്ല, ഇൻഡോർ യൂണിറ്റ് ബോർഡാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊന്ന് നോക്കേണ്ടത് അവിടെ എന്തുകൊണ്ട് ആ ഒരു ഫ്ലക്ച്വേഷൻ വരുന്നില്ല, അവിടെ എന്തുകൊണ്ടാണ് ആ 1 വോൾട്ട് നിൽക്കേണ്ടത്. MC എത്ര വോൾട്ടിലാണോ വർക്ക് ചെയ്യുന്നത് അത്രയും വോൾട്ട് അവിടെ സ്വിച്ച് ചെയ്യണം. MC 3.3യിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ 3.3യിലുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കണം സ്വിച്ച് ചെയ്യേണ്ടത്. 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 5 വോൾട്ടിലുള്ള ഒരു വോൾട്ടേജാണ് നമുക്കവിടെ സ്വിച്ചിങ്ങിൽ വരേണ്ടത്. പക്ഷേ ഇത് രണ്ടും അവിടെ നടക്കുന്നില്ല. ഇനി അടുത്ത സെക്ഷൻ നമുക്ക് ഇതിൻ്റെ മറ സൈഡ് എന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഒരു ചെറിയ പണിയൊക്കെ നടന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു 3 ഒപ്റ്റോ കപ്ലർ വന്നിട്ടുണ്ട്. ഈ 3 ഒപ്റ്റോ കപ്ലറിൽ ഒരു ഒപ്റ്റോ കപ്ലർ നമ്മൾ അത് സീറോ ക്രോസിങ്ങിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു മൂന്നാമതൊരു ഒപ്റ്റോ കപ്ലർ ഇട്ടിരിക്കുന്നത്. 2 ഒപ്റ്റോ കപ്ലർ കമ്മ്യൂണിക്കേഷൻ, ഒരെണ്ണം സീറോ ക്രോസിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. ഈ ഒരു സൈഡ് നല്ല രീതിയിലുള്ള ഒരു ക്ലീനിങ് ആവശ്യമാണ്. ഓക്കെ, ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെൻറ്ററിൽ ഇരിക്കുന്ന ഒപ്റ്റോ കപ്ലറാണ് നമ്മുടെ റിസീവിങ് മോഡിലോട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡ് ഇച്ചിരി ഡിഫറൻ്റാണ് മറ്റൊന്നിനെ അപേക്ഷിച്ചിട്ട്. ഇതിൻ്റെ 1 2 3 4ാമത്തെ പിൻ എന്ന് പറയുന്നത് ഗ്രൗണ്ടുമായിട്ട് കണക്റ്റഡ് ആണ് ഈ ഒപ്റ്റോ കപ്ലറിൻ്റെ. 3ാമത്തെ പിന്നിൽ നമുക്ക് പോസിറ്റീവ് സൈഡിൽ നിന്ന് ഒരു സെനർ ഡയോഡ് ഇട്ടിട്ടുണ്ട്, നെഗറ്റീവ് സൈഡിൽ നിന്നും ഒരു സെനർ ഡയോഡ് ഇട്ടിട്ടുണ്ട്. അതായത് ഓപ്പോസിറ്റ് റിവേഴ്സ് പൊളാരിറ്റിയിലാണ് ഈ 2 ഡയോഡും കിടക്കുന്നത്. അതായത് പോസിറ്റീവ് സൈഡ് ഈ 5 വോൾട്ടിലും നെഗറ്റീവ് സൈഡ് ഈ ഒരു ഡയോഡിൻ്റെ നെഗറ്റീവ് സൈഡ് നെഗറ്റീവിലായിട്ടാണ് കിടക്കുന്നത്. പിന്നെ അതിന് ശേഷം വന്നിരിക്കുന്നത് ഒരു 2 റെസിസ്റ്റൻസ് ഇട്ടിട്ട് ഒന്ന് പുള്ളപ്പ് ചെയ്തിട്ടുണ്ട്. പുള്ളപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ട്രാൻസിസ്റ്ററാണ് കറക്റ്റായിട്ട് ഈ ഒരു 5 വോൾട്ടിനെ സ്വിച്ച് ചെയ്ത് നമ്മുടെ ഈ ഒരു MCUന് ഈ ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്.
അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു LED സൈഡ്, ഈ ഒപ്റ്റോയുടെ LED സൈഡിൽ ഫ്ലക്ച്വേഷൻ നടക്കുന്നുണ്ട്, അതായത് സ്വിച്ചിങ് നടക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ഈ ട്രാൻസിസ്റ്റർ സൈഡിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കാണാനില്ല. ഒന്നെങ്കിൽ നമ്മുടെ ഈ ഒരു ഒപ്റ്റോ കപ്ലർ ഇവിടെ പ്രോബ്ലം ഉണ്ടായിരിക്കും, ഈ ഒപ്റ്റോ കപ്ലർ കംപ്ലൈൻ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് ചെയ്യുന്ന ആ പവർ കുറവായിരിക്കും, അതായത് ഈ ഒപ്റ്റോ കപ്ലർ സ്വിച്ച് ചെയ്യുന്ന പവർ കുറവായിരിക്കും. ഇപ്പോൾ ഞാനിതൊന്ന് പവർ ഓൺ ചെയ്യുകയാണ്. പവർ ഓൺ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഒപ്റ്റോ കപ്ലറിൻ്റെ LED സൈഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആ ഒരു ഫ്ലക്ച്വേഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതേസമയം അതിൻ്റെ ട്രാൻസിസ്റ്റർ സൈഡിൽ കാണാനൊന്നുമില്ല, അവിടെ ആ ഒരു വോൾട്ടേജ് സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് 671 മില്ലി വോൾട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അതായത് ഈ ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യാൻ അത്രയും വോൾട്ടേജ് മതി. അപ്പോൾ ഇതിൻ്റെ എമിറ്ററിൽ നെഗറ്റീവ് ഗ്രൗണ്ടും കളക്ടറിൽ ഒരു 10K റെസിസ്റ്റൻസ് കൊടുത്ത് പുള്ളപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് 5 വോൾട്ട് ഈ ഒരു വോൾട്ടേജ് പുള്ളപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു 5 വോൾട്ട് ഇവിടെ പുള്ളപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പുള്ളപ്പ് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. കാരണം ഇതിൻ്റെ ബേസിൽ നമുക്ക് 600 ഈ ഒരു സ്വിച്ച് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ടിട്ട് നമുക്കിവിടെ 0 വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ വേരിയേഷൻ മതി ഇവിടുത്തെ ഈ ഒരു 5 വോൾട്ടിൽ വ്യത്യാസം വരാൻ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഒരു ഒപ്റ്റോ കറക്റ്റായിട്ട് സ്വിച്ചിങ് ആകുന്നില്ല. അതിൽ വരുന്ന കാരണം എന്ന് പറയുന്നത് ഒന്ന് ഈ ഒപ്റ്റോ കപ്ലർ കംപ്ലൈൻ്റ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒപ്റ്റോ സ്വിച്ച് ചെയ്യുന്ന ആ ഒരു വോൾട്ടേജ് മില്ലി വോൾട്ടേജ് കറക്റ്റായിട്ട് പോരാതെ വരുന്നുണ്ട് ഈ ഒരു വോൾട്ടേജ്. കാര്യം എൻ്റെ ഒരു ഇതിൽ ഈ ഒരു 800 മില്ലി വോൾട്ടൊക്കെ നമ്മുടെ ഈ ഒരു ഒപ്റ്റോ സ്വിച്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഒരു ഒപ്റ്റോ കപ്ലർ, ഈ റിസീവിങ് മോഡിലുള്ള ഈ ഒപ്റ്റോ കപ്ലർ ചേഞ്ച് ചെയ്ത് നോക്കാം. അതിനുശേഷം ഈ സെയിം കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പവർ, അതായത് ഇതിൻ്റെ LED സൈഡിലുള്ള ഈ ഒരു പവർ കൂട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് കൂടെ നോക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ മാറ്റുന്ന സമയത്ത് ഈ റിസീവിങ്ങിലും ട്രാൻസ്മിഷനിലും കിടക്കുന്ന 2 ഒപ്റ്റോ കപ്ലർ മാറ്റാൻ പോവുകയാണ്. ൻ്റെ 2 പുതിയ ഒപ്റ്റോ കപ്ലറാണ് ഞാൻ അതിനകത്ത് ഇടാൻ പോകുന്നത്. ഇപ്പോൾ 817ൻ്റെ 2 പുതിയ ഒപ്റ്റോ കപ്ലർ ഇതിനകത്തോട്ട് ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ ഓൺ ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ലൈൻ ലോസ് ആയൊന്നും അറിയില്ല. കമ്മ്യൂണിക്കേഷൻ ലൈൻ ഊരി കിടക്കുകയാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ലൈൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ വേരിയേഷൻ LED സൈഡിലുള്ള വേരിയേഷൻ ഓക്കെയാണ്. പഴയതിനെ കൊണ്ട് ട്രാൻസിസ്റ്റർ സൈഡിൽ വേരിയേഷൻ ഒന്നുമില്ല, പഴയത് കണക്ക് തന്നെ നിൽക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ടത് ഈ ഒരു റിസീവിങ് മോഡിലുള്ള ഈ ഒരു റിസീവിങ് മോഡിലുള്ള LED സൈഡിലുള്ള ഈ ഒരു വോൾട്ടേജ് അത് ഇച്ചിരി കൂടെ വലുതാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കണം.
കാര്യം എവിടെയെങ്കിലും എന്തെങ്കിലും കമ്പോണൻറ്റുകൾ, അതായത് റിസീവിങ് മോഡിലുള്ള എന്തെങ്കിലും കമ്പോണൻറ്റുകൾ ഡാമേജസ് ഉണ്ടോ എന്നും കൂടെ നോക്കണം. അപ്പോൾ ആ ഒരു ലൈന് ചെക്ക് ചെയ്യാൻ ഒത്തിരിയുടെ സമയമെടുക്കും. അപ്പോൾ അത് ഫുള്ളൊന്ന് നോക്കിയതിന് ശേഷം എവിടെയാണോ ആ ഫോൾട്ട് വന്നിരിക്കുന്നത് എന്നത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ സമയത്ത് നമുക്കിവിടെ ഈ ഒരു റിസീവിങ് ഒപ്റ്റോ കപ്ലറിൽ ഈ സൈഡ് LED സൈഡ് നമുക്കൊരു 800 മില്ലി വോൾട്ട് വരെ വരുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ തന്നെ ഈ ഒരു കറക്റ്റായിട്ട് സ്വിച്ചിങ് നടക്കുന്നുണ്ടോ ഇല്ലെന്നറിയാൻ വേണ്ടി ഈ ഒപ്റ്റോ കപ്ലർ മാറി. എന്നിട്ടും ഈ സെയിം ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ സ്വിച്ചിങ് വോൾട്ടേജ് ഇച്ചിരിയുടെ ഹൈ അപ്പ് ആക്കാൻ കുറവാണെന്നും അത് ഹൈ അപ്പ് ആക്കാൻ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു പ്രോബ്ലം ഞാൻ കണ്ടെത്തിയിരുന്നു. എവിടെയാണെന്ന് അത് പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു വോൾട്ടേജ്, ഇപ്പോൾ ആ മാറിയ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് പവർ ഓൺ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കത് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ കറക്റ്റ് 1 വോൾട്ടിലോട്ടുള്ള സ്വിച്ചിങ് നടക്കുന്നുണ്ട്. നേരത്തെ നമുക്ക് ആ 1 വോൾട്ട് വരത്തില്ല. അതിന് പകരം അവിടെ 800 വരെ മാക്സിമം വരുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ 1 വോൾട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ അതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് 5 വോൾട്ടിനടുത്തുള്ള സ്വിച്ചിങ് നടക്കണം. അതിൻ്റെ ഒരു 4 പോയിൻ്റ് സംതിങ്ങിലോട്ട് പോകുന്നുണ്ട്. അതായത് 5 വോൾട്ടിലുള്ള ആ ഒരു സ്വിച്ചിങ് ഇവിടെ ഈ ട്രാൻസിസ്റ്ററിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഈ ഒരു സ്വിച്ചിങ് നടക്കാത്തതുകൊണ്ട് നമുക്കിവിടെ ഒരു കമ്മ്യൂണിക്കേഷനും പ്രോപ്പർ ആവാതെ ഇരുന്നത്. ഓക്കെ, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഇൻഡോർ ബോർഡിലുള്ള റിസീവിങ് മോഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതേ കണക്ക് തന്നെ ട്രാൻസ്മിഷൻ മോഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് പവർ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്ഡോർ ബോർഡ് സെക്ഷനിൽ നമുക്ക് നോക്കാം. നമുക്കിവിടെ കംപ്ലൈൻറ്റ് വന്നത് ഇവിടുത്തെ ഇതിൻ്റെ പവർ സെക്ഷനിലാണ്. ഈ പവർ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ 2 റെസിസ്റ്റൻസ് ഇട്ടിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്ത് ഇവിടെ ഒരു ഡയോഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പോസിറ്റീവ് സൈഡിൽ ഒരു കപ്പാസിറ്റർ നെഗറ്റീവായിട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 സെനർ ഡയോഡ് ഉപയോഗിച്ചിട്ട് ഇത് വോൾട്ടേജ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വോൾട്ടേജ് ലിമിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് 2 സെനർ ഡയോഡാണ്. ഇത് 5255 എന്ന് പറയുന്ന സെനർ ഡയോഡാണ്. 2.4 മുതൽ 91 വോൾട്ട് വരെ നമുക്ക് വേരിയബിൾ ചെയ്യാവുന്ന ഒരു ഇതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 91 വോൾട്ട്, മിനിമം ലിമിറ്റ് എന്ന് പറയുന്നത് 2.4 വോൾട്ടാണ് ഈ ഒരു സെനർ ഡയോഡിൻ്റെത്. അപ്പോൾ 2 സെനർ ഡയോഡ് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ മാക്സിമം ഒരു 45-47 വോൾട്ട് വരെ മാക്സിമം ലിമിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ ലിമിറ്റ് വോൾട്ടേജ് കിട്ടിയത് 13 വോൾട്ടാണ്. അപ്പോൾ അത് എത്ര ഞാൻ ഈ എന്തെങ്കിലും ഇതിനകത്തുള്ള ഷോർട്ടിങ് കാരണമാണോ ഈ ഒരു ലിമിറ്റ് ഇവിടെ ഈ ഒരു വോൾട്ടേജ് ഇവിടെ ലിമിറ്റായിട്ട് നിൽക്കുന്നത്? അതായത് നമുക്ക് 47 വോൾട്ട് വരേണ്ടടുത്ത് ഈ ഒരു 13 വോൾട്ട് ലിമിറ്റിൽ നിൽക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് ഇതിലോട്ട് നമ്മുടെ ഈ ഒപ്റ്റോയിലോട്ട് പോകുന്ന പോസിറ്റീവ് സൈഡ് കട്ട് ചെയ്തിട്ടും ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഇവിടെ ആ 13 വോൾട്ടിൽ തന്നെയാണ് ലിമിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ ഇളക്കി ചെക്ക് ചെയ്ത കൂട്ടത്തിൽ ഈ ഒരു ഡയോഡ് സെനർ ഡയോഡ് ഓക്കെയാണ്, ഈ 2 ഡയോഡും ഓക്കെയാണ്. പിന്നെ വരുന്നത് ഈ കപ്പാസിറ്ററും ഒരു റെസിസ്റ്റൻസുമാണ്. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 104ൻ്റെ റെസിസ്റ്റൻസാണ്, അതായത് 100 കിലോ ഓംസിൻ്റെ റെസിസ്റ്റൻസാണ്. ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡ്രോപ്പ് ആയിട്ടുണ്ട്. കാര്യം ഞാൻ അത് ചൂടാവുന്ന സമയത്ത് നോർമലായിട്ടിരിക്കുമ്പോഴത്തേക്കും അത് കറക്റ്റ് ഒരു 98 കിലോ ഓംസ് കാണിക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഹീറ്റായി കഴിയുമ്പോഴത്തേക്കും അതൊരു 56 60 അങ്ങനെയുള്ള ഒരു കിലോ ഓംസിലോട്ട് അത് മാറുന്നുണ്ട്. അതായത് ഈ ഒരു കറക്റ്റായിട്ടുള്ള ഒരു വാല്യൂ ഈ റെസിസ്റ്റൻസ് കറക്റ്റ് കാണിക്കുന്നില്ലായിരുന്നു. പിന്നെ വന്നത് ഈ കപ്പാസിറ്റർ ആയിരുന്നു. അതിൻ്റെ നമുക്കിവിടെ ഇരിക്കുന്ന ഈ ഒരു കപ്പാസിറ്റർ ഹൈ വാല്യൂ ആയിപ്പോയതാണ്. എല്ലാവരും പറയും ലോ വാല്യൂ ആയി പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഹൈ വാല്യൂ ആണ് ഇതിനകത്ത് ഈ കപ്പാസിറ്ററിൽ കാണിക്കുന്നത്. അപ്പം ഞാൻ ഈ കപ്പാസിറ്ററും പിന്നെ വരുന്നത് ഒരു കുഞ്ഞ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഈ കൈ കാണുന്ന ഈ റെസിസ്റ്റൻസും കൂടെ മാറ്റിയപ്പോഴത്തേക്കും ഇവിടെ നമുക്കിപ്പോൾ 45 വോൾട്ട് കറക്റ്റായിട്ട് ലിമിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ ലിമിറ്റേഷൻ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു
ആ ഒരു വോൾട്ട് ലിമിറ്റ് വന്നപ്പോഴത്തേക്ക് നമുക്കിവിടെ ഔട്ട്പുട്ട് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയും പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ഓരോ ബോർഡ് വരുമ്പോഴത്തേക്കും കമ്മ്യൂണിക്കേഷനിൽ ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് എവിടെയാണ് നമ്മൾ അത് എന്നൊന്ന് ട്രേസ് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ചുമ്മാ ഒരു പോയിൻ്റ് പറഞ്ഞ് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പം ആ ഒരു പോയിന്റിലായിരിക്കില്ല ഈ ഒരു പ്രശ്നം വരുന്നത്. ചിലപ്പോൾ ഈ ഒരു ഒപ്റ്റോ കപ്ലർ കംപ്ലൈൻ്റ് ആയാൽ പോലും കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ആയി പോകും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കംപ്രസറിൻ്റെ ലൈൻ ഒന്ന് കൊടുക്കാം. കംപ്രസർ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടെ നോക്കണ്ടേ. എൻ്റെ കംപ്രസറിൻ്റെ ലൈനും കൂടെ ഞാനൊന്നിലൊന്ന് അറ്റാച്ച് ചെയ്യുന്നു. കംപ്രസർ ഒന്ന് ജസ്റ്റ് എടുപ്പിക്കുകയുള്ളൂ. കാര്യം ഇതിൽ ഹീറ്റ് സിങ്ങും കാര്യങ്ങളൊന്നും ഈ ബോർഡിൽ വന്നിട്ടില്ല. അതുകൊണ്ട് കംപ്രസർ ജസ്റ്റ് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ മൾട്ടിമീറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ 25ൽ കിടപ്പുണ്ട്. നമുക്കിനി ഈ ഒരു ബോർഡിനകത്ത് വരുന്ന ആ ഒരു വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് 2056, അതായത് വോൾട്ടേജ് ലിമിറ്റേഷൻ കൂടുന്നുണ്ട്. നേരത്തെ ഇത്രയും വോൾട്ട് വരത്തില്ല. നേരത്തെ നമുക്കൊരു 13 വോൾട്ടിൽ സ്റ്റോപ്പായാൽ തന്നെ അവിടെ തന്നെ നിൽക്കും. ഓക്കെ, ഇനി ഇവിടെ റിസീവിങ് മോഡാണ് ഇത്. റിസീവിങ് മോഡിൽ അവിടെ കറക്റ്റായിട്ട് ഉള്ള ഒരു റീഡിങ് വരുന്നുണ്ട്. ഇവിടെ ഒരു 5 എന്നുള്ള 0 to 5 എന്നുള്ളത് വരത്തില്ല. കാര്യം ഇതൊരു ട്രാൻസിസ്റ്ററിനെ എനേബിൾ ചെയ്യാനുള്ള ആ സിഗ്നൽ മാത്രം, ആ ഒരു വോൾട്ടേജ് മാത്രമേ ഇവിടെ വരത്തുള്ളൂ റിസീവിങ് മോഡിൽ. അതാണ് ട്രാൻസ്മിഷൻ മോഡിൽ നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയും വോൾട്ടേജ് ഫ്ലക്ച്വേറ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്ത് കംപ്രസർ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടെ നോക്കാം. ഇപ്പോൾ നമ്മുടെ കംപ്രസർ എടുത്തിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യാൻ കാര്യം നമുക്ക് ഹീറ്റ് സിങ് ഇല്ലാത്തതുകൊണ്ട് അധികം നേരം ടോട്ടിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഹീറ്റ് സിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൂടുതൽ നേരം കംപ്രസർ ഓട്ടിക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ പ്രോബ്ലം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ബോർഡിൽ വരുന്ന ഈ കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് ഡ്രോപ്പിംഗ് ആയതുകൊണ്ടിട്ടായിരുന്നു നമുക്ക് ഈ ഒരു ബോർഡിൽ E6 കമ്മ്യൂണിക്കേഷൻ എറർ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു, ആ കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.